Okay, thank you, dear brothers and sisters, for the opportunity to be with you all today. ഇന്ന് നിങ്ങളോട് കൂടെ ഒരുമിച്ചായിരിക്കുവാൻ തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പ്രിയ സൗരീസവന്മാരെ. The theme for our conference is manifesting the life of Jesus in the last days. നമ്മുടെ കോൺഫറൻസിന്റെ വിഷയം യേശു ജീവിച്ചതുപോലെ എന്ന സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി എന്നുള്ളതാണല്ലോ. I'd like to begin by looking at a verse in John chapter 1. യോഹന്നാൻ 1-ാം അധ്യായത്തിലെ ഒരു വാക്യം നോക്കിക്കൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. John chapter 1 verse 4, we read about Jesus. യോഹന്നാൻ 1-ന്റെ 4-ാം വാക്യത്തിൽ നാം യേശുവിനെ കുറിച്ച് വായിക്കുന്നു. In him was life, and the life was the light of men. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. So the life of Jesus is described here like a light shining in the darkness. ഇവിടെ യേശുവിന്റെ ജീവനെ കാണിച്ചിരിക്കുന്നത് അവിടെ ഒരു ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെയാണ്. So the life of Jesus in us must be like that light that is shining. നമ്മുടെ ഉള്ളിലുമുള്ള യേശുവിന്റെ ജീവൻ ആ വെളിച്ചത്തെ പോലെ പ്രകാശിക്കുന്നതായിരിക്കണം. And that means that even if it gets more and more dark, it shouldn't change the light. അതിന്റെ അർത്ഥം അത് കൂടുതൽ കൂടുതൽ ഇരുട്ട് ചുറ്റുമുള്ളപ്പോഴും ആ പ്രകാശം അതിന് കുറവ് വരരുത്. We know that things have gotten much darker over the last few years and will get even darker before Jesus comes. നമുക്കറിയാമല്ലോ, സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ അന്ധകാരമയമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് കർത്താവ് വരുന്നത് വരെ കൂടുതൽ അന്ധകാരമയമായി തീരും. But because it gets darker, that shouldn't change the light if it's true light. എന്നാൽ അത് ഇരുട്ട് വർദ്ധിക്കുന്നത് കൊണ്ട് വെളിച്ചം കുറയുകയില്ല, അത് യഥാർത്ഥ വെളിച്ചമാണെങ്കിൽ. In fact, the darker it gets, the more clear the light is, because it is true light. എന്നാൽ അത് കൂടുതൽ ഇരുട്ടാകുമ്പോൾ ആ വെളിച്ചം കൂടുതൽ വ്യക്തമായി കാണുകയാണ് ചെയ്യുന്നത്, കാരണം അത് യഥാർത്ഥ വെളിച്ചമായതുകൊണ്ട്. So in the last days, as things get darker, it is so important that we really have this life of Jesus in us. അതുകൊണ്ട് തന്നെ ഈ അവസാന നാളുകളിൽ കൂടുതൽ ഇരുട്ട് വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഈ വെളിച്ചം പ്രകാശിക്കണം, യേശുവിന്റെ ഈ ജീവൻ പ്രകാശിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Another thing we read about the last days is in 2 Timothy chapter 3. നാം അവസാന നാളുകളെ കുറിച്ച് വായിക്കുന്ന മറ്റൊരു കാര്യം 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലാണ്. We read in verse 1, 2 Timothy 3 verse 1, that difficult times will come in the last days. 2 തിമോത്തിയോസ് 3-ന്റെ 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. And when it says difficult times, he's not talking about persecution from the world and those types of things. ദുർഘട സമയങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്നുള്ള പീഡനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. Look at what he talks about. You can read in verses 2, 3 and 4. ഇവിടെ എന്താണ് പറയുന്നതെന്ന് 2, 3, 4 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. But then he says in verse 5 that the characteristic of these last days is that people will have the form of godliness without the power. അതിനുശേഷം 5-ാം വാക്യത്തിൽ പറയുന്നത് ഈ അവസാന നാളുകളുടെ ഒരു പ്രത്യേകത, ആളുകൾക്ക് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി തീരുമെന്നുള്ളത്. So in the last days, people will have something on the outward that they say is the life of Jesus, but inside the life won't actually be there. അതുകൊണ്ട് അവസാന നാളിൽ ആളുകൾക്ക് പുറമെ യേശുവിന്റെ ജീവൻ എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നാൽ ഉള്ളിൽ കർത്താവിന്റെ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. So they will speak about the life of Jesus, they will speak about new covenant life and all those things. അവര് യേശുവിന്റെ ജീവനെ കുറിച്ച് സംസാരിക്കും,
പുതിയ ഉടമ്പടിയിലെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. They will sit in CFC churches that speak about manifesting the life of Jesus, but the power will not be there on the inside. അവര് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന CFC സഭകളിൽ ഇരിക്കുകയും എന്നാൽ ഉള്ളിൽ ആ ശക്തി ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. So what should we be more concerned about? അതുകൊണ്ട് നാം കൂടുതൽ എന്തിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണം? The danger that we will be persecuted for our faith, or the danger that we will have only the form of godliness without the power? നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ നാം പീഡിപ്പിക്കപ്പെടുമെന്നതിനെ കുറിച്ചാണോ, അതോ നമുക്ക് അകത്തു നിന്നുള്ള ശക്തി ഇല്ലാതെ ദൈവഭക്തിയുടെ ഒരു വേഷം മാത്രം ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണോ നാം കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ടത്? According to these verses, we should be more concerned that in the last days it will be very easy to have the outward form without the real power. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് ഭക്തിയുടെ വേഷം, പുറമേയുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ട് ശക്തി ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. Let's turn to 1 Timothy chapter 1. നമുക്ക് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലേക്ക് തിരിയാം. And in this message, I'd like to speak about the importance of keeping faith until the end. ഈ സന്ദേശത്തിൽ വിശ്വാസം അന്ത്യം വരെയും കാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. This is one of the characteristics of the life of Jesus. It is a life full of faith. യേശുവിന്റെ ജീവന്റെ ഒരു പ്രത്യേകത അത് വിശ്വാസം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. He is called the beginner and finisher of our faith. യേശുവിനെ കുറിച്ച് പറയുന്നത് താൻ നമ്മുടെ വിശ്വാസത്തിന്റെ തുടക്കം ആരംഭിക്കുന്നവനും അതിനെ അന്ത്യം വരെ അവസാനിപ്പിക്കുന്നവനും ആണെന്ന്. So the life of Jesus, if we have it, if we manifest the life of Jesus, from the beginning until the end, it will be full of faith. നാം യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതം തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയും വിശ്വാസത്താൽ നിറഞ്ഞതായിരിക്കും. And what is that faith? It is complete dependence on God at all times. ആ വിശ്വാസം എന്താണ്? ദൈവത്തിലുള്ള എപ്പോഴും എല്ലാ സമയത്തുമുള്ള ആശ്രയത്വമാണത്. So it's important that until the end, which is after the last days are over, the end, I'm constantly depending on the Father at all times. പ്രധാനപ്പെട്ട കാര്യം അന്ത്യം വരെയും അവസാന ദിവസം വരെയും ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും പിതാവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. And this faith, I think of it, is like a power that keeps me going forward. ഈ വിശ്വാസം എന്നുള്ളതിനെ ഞാൻ ചിന്തിക്കുന്നത് അത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി എന്നാണ്. So the way we manifest the life of Jesus now and until the end is that we're constantly moving forward in faith. നാം യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് ഇപ്പോഴും അന്ത്യം വരെയും വെളിപ്പെടുത്തുന്നത് നാം തുടർമാനമായിട്ട് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുക, യാത്ര ചെയ്യുക എന്നുള്ളതാണ്. Paul often described the Christian life like a race, like running a race. പൗലോസ് പലവട്ടം ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടം ഓടുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. If you see somebody that's just lying on the road dead, not running, you'll think that's a dead person. He's not moving. നിങ്ങൾ ആരെങ്കിലും വഴിയിൽ കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്ന ആളെ കാണുകയാണെങ്കിൽ അവര് ഓടുന്നില്ല, അവര് മുമ്പോട്ട് പോകുന്നില്ല, മരിച്ചവരാണ് എന്ന് നിങ്ങൾക്കറിയാം. If somebody looks at your Christian life and they don't see that you're moving forward, then you're not manifesting the life of Jesus. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ആരെങ്കിലും നോക്കിയിട്ട്
നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ലെങ്കിൽ അത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതല്ല. Think about it. Here we are at the end of 2024. ഇക്കാര്യം ചിന്തിക്കുക, നാം 2024 അവസാന സമയത്താണ്. Compared to January 1st, 2024, if somebody was to look at your life today, ജനുവരി 1, 2024 ആയിട്ട് താരതമ്യം ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ, can they see that you have grown in faith, you have grown in becoming more like Jesus? അവർക്ക് കാണുവാൻ കഴിയുമോ നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നതായിട്ട്, യേശുവിന്റെ സാദൃശ്യത്തോട് കൂടുതൽ വളർന്നതായിട്ട് അവർക്ക് കാണുവാൻ കഴിയുമോ? Can they see that you're more trusting in God, more full of rest and peace in every situation than you were 1 year ago? നിങ്ങൾ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുകയും നിങ്ങൾ ഓരോ സാഹചര്യത്തിലും കൂടുതൽ സ്വസ്ഥതയുള്ളവരായിരിക്കുകയും ചെയ്യുന്നു ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ എന്ന് അവർക്ക് കാണാൻ കഴിയുമോ? Or is it the same? അതോ അന്നത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും? Maybe you're still sitting in the same church, the same CFC church that you were 1 year ago. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇരുന്ന അതേ CFC സഭയിൽ തന്നെ ആയിരിക്കാം ഇപ്പോഴും ഇരിക്കുന്നത്. But can others see that you have grown? That's what it means to manifest, to show the life of Jesus. എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വളർന്നതായിട്ട് കാണുവാൻ കഴിയുമോ? അതാണ് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I must constantly be moving forward. That's how people can see that there's life in this person. He's moving forward. ഞാൻ തുടർച്ചയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ആളുകൾക്ക് ഈ വ്യക്തിയിൽ ജീവനുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നത്. That's what Paul urged Timothy here in 1 Timothy 1, that you must keep faith. അതാണ് പൗലോസ് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ തിമോത്തിയോസിനോട് പറയുന്നത്, നീ വിശ്വാസം കാക്കണം എന്ന്. 1 Timothy 1 verse 18. 1 തിമോത്തിയോസ് 1:18 വാക്യം. This command I entrust to you, Timothy, my son, in accordance with the prophecies previously made concerning you, that by them you fight the good fight. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. Imagine that you're watching some battle going on, some war. ഇങ്ങനെ സങ്കല്പിക്കുക, നിങ്ങൾ ചില പോരാട്ടം നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. How would you know who's alive and who's dead? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മനസ്സിലാക്കാൻ കഴിയുക ആരാണ് ജീവനോടെ ഇരിക്കുന്നത്, ആരാണ് മരിച്ചു കിടക്കുന്നതെന്ന്? Imagine if you could go and watch a battle going on in progress somewhere. എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം അത് പോയി നിങ്ങൾ കാണുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. And you're watching this and you see a whole bunch of people there on the battlefield. അത് നിങ്ങൾ കാണുമ്പോൾ ആ യുദ്ധക്കളത്തിൽ വളരെ അധികം ആളുകളുണ്ട്. How would you know who are the ones that are alive and who's dead? അതിൽ നിന്നും അവിടെയുള്ളവരിൽ ആരൊക്കെയാണ് ജീവനോടെ ആയിരിക്കുന്നത്, ആരൊക്കെയാണ് മരിച്ചതെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? The ones who are fighting, those are the ones you know that they're still alive, they're moving, they're fighting. അവിടെ ആ പോരാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അവര് മുമ്പോട്ട് പോവുകയാണ്, അവര് യുദ്ധം ചെയ്യുകയാണ്. Now imagine somebody from heaven is looking down on this earth and seeing who are the ones who are alive and who's dead. ഇനി സ്വർഗത്തിൽ നിന്നും ആരെങ്കിലും ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയാണ് ജീവനോടെ ഇരിക്കുന്നത്, ആരൊക്കെയാണ് മരിച്ചതെന്ന് അങ്ങനെ ചിന്തിക്കുക. Just sitting in a CFC church doesn't mean I'm alive. ഒരു CFC സഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് അതിനെ കാണിക്കുന്നില്ല. That's like saying, oh, I'm on the battlefield, but are you alive? അത് ഞാൻ യുദ്ധക്കളത്തിലാണ് എന്നുള്ളത് മാത്രം കാണിക്കുന്നു, എന്നാൽ നിങ്ങൾ ജീവനോടെയാണോ ഇരിക്കുന്നത്? And people must be able to look at our lives and see, here's somebody who's fighting, who's growing in faith. ആളുകൾ നമ്മളുടെ ജീവിതത്തെ നോക്കി കാണണം, ഇവിടെ ഇതാ
യുദ്ധം ചെയ്യുന്ന പോരാടുന്ന ഒരാൾ, മുമ്പോട്ട് പോകുന്ന ഒരാൾ എന്ന് കാണണം. Now, when you think of fighting the good fight, what do you think about? നാം നല്ല പോരാട്ടം പോരാടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നാം ചിന്തിക്കുന്നത്? I'm sure for most people, they think fighting against lust, fighting against anger, fighting against bad moods, and all of these things that we hear about. എനിക്ക് ഉറപ്പാണ് മിക്ക ആളുകളെ കുറിച്ചും കൺമോഹത്തെ കുറിച്ചുള്ള അതിനെതിരായിട്ടുള്ള പോരാട്ടം, കോപത്തിനെതിരായിട്ടുള്ള പോരാട്ടം, മോശം മൂഡുകളെ കുറിച്ചുള്ള പോരാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. That is true. Those are the areas of the fight that we face every day. അത് സത്യമാണ്. നാം പോരാടുന്ന ഓരോ ദിവസവും പോരാടുന്ന മേഖലകൾ ഇതൊക്കെയാണ്. But Paul talks about two things here in verse 19 when he talks about fighting the good fight. എന്നാൽ പൗലോസ് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നല്ല പോരാട്ടം പോരാടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത്. And he says faith and a good conscience. താൻ പറയുന്നത് വിശ്വാസവും നല്ല മനസാക്ഷിയും. And if you don't pay attention to this, he says you will suffer shipwreck in your life. ഈ കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുമെന്നാണ്. And so I want to, in this message, speak about faith, fighting the good fight of faith. ഈ സന്ദേശത്തിൽ നല്ല വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുന്നതിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My dear brothers and sisters and children, it is so important that we are constantly fighting this fight to keep faith in God. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നാം തുടർമാനമായിട്ട് വിശ്വാസം കാക്കുന്നതിന് ഉള്ള പോരാട്ടം പോരാടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. If you really keep faith in God, you will find that the battles in areas like lust and anger and bad moods and all of that, you're able to overcome. നാം ഈ കർത്താവിലുള്ള ആ വിശ്വാസം കാത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മോഹത്തിനെതിരെയും കോപത്തിനെതിരെയുമുള്ള അങ്ങനെയുള്ള പോരാട്ടങ്ങൾ അത് എളുപ്പമായി തീരുമെന്ന് നമുക്ക് കാണാൻ കഴിയും. If you are able to somehow not lust, not get angry, control your moods, but it's not coming from faith in God, then eventually it's not going to benefit you in any way. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മോഹത്തെ ജയിക്കുകയോ നിങ്ങളുടെ കോപത്തെ ജയിക്കുകയോ അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ അടക്കുകയോ ഒക്കെ ചെയ്താലും, എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും അല്ല, കർത്താവുള്ള വിശ്വാസത്തിൽ നിന്നും വരുന്നില്ല എങ്കിൽ അത് ശരിയായിട്ടുള്ളതല്ല. In 1 John 5 verse 4, we're told that the victory that overcomes the world is our faith. 1 യോഹന്നാൻ 5:4 വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ഈ ലോകത്തെ ജയിക്കുന്ന ജയം അത് നമ്മുടെ വിശ്വാസമാണെന്നാണ്. So ultimately, how is it that we are going to overcome the world? It's by faith. ആത്യന്തികമായിട്ടും എങ്ങനെയാണ് നാം ലോകത്തെ ജയിക്കുന്നത്? അത് വിശ്വാസത്താലാണ്. So keep fighting this fight to keep faith in the living God. ഈ പോരാടിക്കൊണ്ടേയിരിക്കുക, ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം കാക്കുന്നതിനായിട്ടുള്ള പോരാട്ടം. And to manifest the life of Jesus in the last days is to show faith in every circumstance that I face. യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്നുള്ളത് ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസം കാക്കുക എന്നുള്ളതാണ്. When people look at my life, it's not that they should say, oh, he goes to a CFC church, oh, he's staying married for so many years, or all these outward things necessarily. ആളുകൾ എന്നെ നോക്കുമ്പോൾ, അദ്ദേഹം ഒരു CFC സഭയിലാണ് പോകുന്നത്, അദ്ദേഹം
ഇത്ര വർഷങ്ങളായിട്ട് വിവാഹത്തിനായിട്ട് തുടരുന്നു. അങ്ങനെയുള്ള പുറമേയുള്ള കാര്യങ്ങളല്ല കാണേണ്ടത്. They must see that here is a man or a woman or a child who, no matter what they go through, they are constantly trusting in their Father in heaven. അവര് കാണേണ്ടത് ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, ഒരു ഒരു കുഞ്ഞ്, അവർക്ക് വരുന്ന ഏത് സാഹചര്യമായ ആണെങ്കിലും അവരുടെ സ്വർഗീയ പിതാവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. That others must be able to see and say that no matter what this person goes through, they seem to be trusting God completely. മറ്റുള്ളവര് കാണേണ്ട കാര്യം, ഈ വ്യക്തി ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അദ്ദേഹം കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. Jesus said when he comes back, what he's looking for is faith. When the Son of Man comes, will he find faith on the earth? യേശു പറയുന്നത്, താൻ മടങ്ങി വരുമ്പോൾ യേശു നോക്കുന്നത് വിശ്വാസത്തെയാണ്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ വിശ്വാസത്തെ കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട്. And there will be a lot of people when Jesus comes who will be doing a lot of good things, maybe sitting in even CFC churches, but they won't have kept faith. ആ സമയത്ത് ധാരാളം ആളുകൾ ഉണ്ടാവും. ചിലരൊക്കെ CFC സഭയിൽ ഇരിക്കുന്നവരുമാകും. എന്നാൽ അവര് വിശ്വാസം കാത്തില്ല എന്നുള്ളതായിരിക്കും അവരെ കുറിച്ച്. When they went through difficult trials, they complained, they grumbled, they were bitter against God. അവര് പ്രയാസമുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോൾ അവര് പരാതിപ്പെട്ടു, അവര് മുറുമുറുത്തു, അവര് ദൈവത്തിനെതിരെ അവർക്ക് പരാതി ഉണ്ടായിരുന്നു. But what does it mean to keep faith in the living God? ജീവനുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? See, faith, I can use a little picture to describe this faith. ഈ വിശ്വാസത്തെ കാണിക്കുവാനായിട്ട് ഒരു ചിത്രം ഞാൻ പറയാം. Imagine that you're trying to cross over some deep gorge, deep valley, and there's a river at the bottom of that valley. നിങ്ങൾ ഒരു ആഴമുള്ള ഒരു നദിയുടെ കുറുകെ അക്കരെ കടക്കുവാനായിട്ട് നോക്കിയിരിക്കുകയാണ്. And across this valley is a very shaky bridge, a rope bridge or something like that. ആ താഴ്വരയുടെ കുറുകെ അവിടെ ഒരു വളരെ വിറയ്ക്കുന്ന ഒരു ബലം ഇല്ലാത്ത ഒരു പാലമുണ്ടെന്ന് ചിന്തിക്കുക. And the height is maybe 5 kilometers deep, the high, 5 kilometers high above this valley that you must cross. എന്നാൽ നിങ്ങൾക്ക് അത് കുറുകെ കടക്കേണ്ടത് 5 കിലോമീറ്റർ ഉയരത്തിലുള്ളതാണ് ആ താഴ്വരയിൽ നിന്നും എന്നും ചിന്തിക്കുക. And if the bridge is a shaky rope bridge, you won't go across it. ആ പാലം ഇളക്കമുള്ള ഒരു കയറ് കൊണ്ടുള്ള പാലമാണെങ്കിൽ നിങ്ങൾ അതിന് കുറുകെ പോകുകയില്ല. But if somebody has built a nice strong bridge with concrete and steel and a smooth road over it, then you can just drive over it. എന്നാൽ ആരെങ്കിലും ആ സ്ഥലത്തിന് കുറുകെ ഒരു നല്ല കോൺക്രീറ്റ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഒക്കെ പാലം പണിതതിനു ശേഷം അവിടെ നല്ല റോഡൊക്കെ വിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ അതിലൂടെ വണ്ടി ഓടിച്ചു പോകും. I sometimes see, you've probably seen bridges are very high, 50 meters high, 100 meters high bridge. The cars drive over it. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ, 50 മീറ്റർ 100 മീറ്റർ ഒക്കെ ഉയരത്തിലുള്ള പാലങ്ങൾ, അതിന്റെ മുകളിലൂടെ കാറുകൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. What is the difference between the same height, two bridges? One is a rope bridge, the other is a concrete steel bridge. എന്താണ് വ്യത്യാസം? രണ്ടും ഒരേ ഉയരത്തിലാണ്. ഒന്ന് കയറ് കൊണ്ടുള്ള ഒരു പാലം, മറ്റേത് കോൺക്രീറ്റ് കൊണ്ടുള്ള പാലം. The difference is not the height, the difference is the bridge. ആ ഉയരമല്ല അവിടെ വ്യത്യാസമായിട്ടുള്ളത്, ആ പാലമാണ് അവിടെ വ്യത്യാസമുള്ളത്. So in order to have faith, we must see God for who he really is. വിശ്വാസം ഉണ്ടാകേണ്ടതിന് ദൈവം ആരെന്നുള്ളത് നാം കാണണം. Our faith is in God, not in ourselves. നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ്, നമ്മൾ തന്നെയല്ല.
In the same way that when we drive on that bridge, the faith is in the bridge, not how low or high it is. അതേപോലെ തന്നെ നാം ആ പാലത്തിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പാലത്തിലാണ് വിശ്വാസം, അത് എത്ര ഉയരത്തിലാണ് എത്ര താഴ്ന്നാണ് ഇരിക്കുന്നത് എന്നുള്ളതല്ല. When our faith is in God, if He takes us through a trial that is 1 meter high, okay, no problem. നമ്മുടെ വിശ്വാസം കർത്താവിലാണെങ്കിൽ കർത്താവ് നമ്മെ ഒരു മീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. Then next year the problem can be 10 meters high. Okay, no problem. My faith is in the bridge. My faith is in God. എന്നാൽ അടുത്ത വർഷം 10 മീറ്റർ ഉയരത്തിലുള്ള ഒരു കഷ്ടതയിലൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല, എന്റെ വിശ്വാസം ആ പാലത്തിലാണ്, കർത്താവിലാണ്. Then next year 20 meters high, no problem. My faith is in God. അതിന്റെ അടുത്ത വർഷം 20 മീറ്റർ ഉയരത്തിൽ, അപ്പോഴും പ്രശ്നമില്ല, എന്റെ വിശ്വാസം ദൈവത്തിലാണ്. This is what it means to manifest the life of Jesus in the last days. ഇതാണ് യേശുവിന്റെ ജീവൻ അവസാന നാളുകളിൽ വെളിപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് അർത്ഥമാക്കുന്നത്. The problems can get more and more difficult that God allows us to face. നാം അഭിമുഖീകരിക്കേണ്ടുന്ന ദൈവം നമുക്ക് അനുവദിക്കുന്ന പ്രശ്നങ്ങൾ അത് കൂടുതൽ പ്രയാസമുള്ളതായി തീരും. But because I have seen that God is the most trustworthy person ever, it doesn't shake my confidence. എന്നാൽ ദൈവമാണ് എനിക്ക് ഏറ്റവും ആശ്രയിക്കുവാൻ കഴിയുന്ന വ്യക്തി എന്ന് ഞാൻ കണ്ടെത്തിയത് കൊണ്ട് അത് എത്ര പ്രയാസമുള്ളതായാലും അത് ഇളകുകയില്ല. Let me ask you this question for you to ask yourself. ഞാൻ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. Can you pray, Lord, you can take me through any trial you want me to go through because I trust you that much? നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അങ്ങ് ഏത് കഷ്ടതയിലൂടെയും എന്നെ കടത്തിവിടുവാനായിട്ട് എനിക്ക് പ്രയാസമില്ല, കാരണം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. If you allow me to get sick in some way, ഞാൻ ഏതെങ്കിലും രീതിയിൽ രോഗമുള്ളവനായി തീരുവാൻ അങ്ങ് അനുവദിച്ചാലും, you allow me to lose some loved one in my life, എന്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും നഷ്ടപ്പെടുവാനായിട്ട് അങ്ങ് അനുവദിച്ചാലും, some difficulty in my job or losing my job, എന്റെ ജോലിയിൽ ചില പ്രയാസങ്ങളോ ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണെങ്കിലും, anything, Lord, you can take me through anything because I trust you that much. എന്തിലൂടെയും അങ്ങേക്ക് എന്നെ കടത്തിവിടാം കർത്താവേ, കാരണം ഞാൻ അങ്ങയെ അത്രമാത്രം ഞാൻ ആശ്രയിക്കുന്നു. This is really practically what it means to manifest the life of Jesus. ഇതാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ട് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കൊണ്ട് കാര്യമാകുന്നത്. Because this is how Jesus lived his life here on this earth. കാരണം ഇങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ തന്റെ ജീവിതം നയിച്ചത്. Father, into your hands I commit my spirit. You can do whatever you want with me. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ തരുന്നു, അങ്ങേക്ക് എന്നെ കൊണ്ട് എന്തും ചെയ്യാം. I trust you so much because you were the one who brought me into this world and you are the one who wrote every day of my life in your book. ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, കാരണം അങ്ങാണ് ഈ ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എന്റെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് അങ്ങാണ്. You know that God wrote a book, the book of your life from beginning to end before you were even born. നിങ്ങൾക്കറിയാമോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുസ്തകം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം? I'm not making that up. It's from Psalm 139. ഞാൻ വെറുതെ പറയുകയല്ല, അത് സങ്കീർത്തനം 137 പറയുന്നുണ്ട്. Psalm 139 verse 16. 139 സങ്കീർത്തനത്തിന്റെ 16 വാക്യം. Your eyes have seen my unformed substance, and in your book were all written the days that were ordained for me, when as yet there was not one of them. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. How precious also are your thoughts to me, O God. How vast is the sum of them. Verse 17.
17-ാം വാക്യം, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. So you see that the life of Jesus, when he was here on this earth, said, Father, you've planned my life from beginning to end. I trust you fully. യേശുവിന്റെ ജീവൻ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, പിതാവേ അങ്ങ് എന്റെ ജീവൻ തുടക്കം മുതൽ അവസാനം വരെയും എഴുതിയിരിക്കുന്നു, ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. You were the one that sent me into this world. You have planned when my life will end on this earth. I trust you completely. അങ്ങാണ് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചത്. എന്റെ ജീവിതം എപ്പോൾ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ചും അങ്ങാണ് അറിയുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുന്നു. That's what the original life of Jesus showed when he lived on this earth. യേശു ഭൂമിയിൽ ആയിരുന്നപ്പോഴുള്ള യേശുവിന്റെ ശരിയായിട്ടുള്ള ആ ജീവിതം അങ്ങനെയായിരുന്നു. And to manifest that same life today in 2024 is to live with that same complete dependence on God. ആ ജീവിതം ഇന്ന് ഈ 2024 വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അതേ രീതിയിൽ പൂർണ്ണമായിട്ടുള്ള കർത്താവിലുള്ള ആശ്രയം ആവശ്യമാണ്. Let's go back to 1 Timothy chapter 1. നമുക്ക് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകാം. So like I was saying, the faith comes from seeing God for who he really is. ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം വരുന്നത് ദൈവം ആരായിരിക്കുന്നു എന്നുള്ളത് കാണുന്നതിലൂടെയാണ്. In Romans 10:17 it says that faith comes from hearing the word, the voice of Christ. റോമർ 10:17 പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ്. And what happens when you really hear the voice of Jesus? നാം യഥാർത്ഥമായിട്ടും യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Jesus at the end of his life told the disciples, all that I have been speaking to you and I've shown you is to show the Father. I've shown you the Father. യേശു തന്റെ അവസാന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം പിതാവിൽ നിന്ന് ഞാൻ കേട്ടതാണ്. So when you hear the voice of Jesus, what you should be hearing is, God, you can trust God. You can trust God. You can trust God. ഞാൻ പിതാവിനെ വെളിപ്പെടുത്തിയതാണ് എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശുവിനെ ഞാൻ കേൾക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ കേൾക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. Jesus shows us the Father and how trustworthy God is. യേശു പിതാവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്, എത്ര മാത്രം ആശ്രയിക്കപ്പെടുവാൻ കഴിയുന്നവനാണ് പിതാവ് എന്നാണ്. So my dear brothers and sisters, if you find that there's a lack of faith in your life, അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കുറവുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, you just go to God and say, Lord, I want to hear your voice telling me how much you love me and how wonderful you are and your plans for my life are. കർത്താവേ, എനിക്ക് കർത്താവിന്റെ മുമ്പിൽ പോയിട്ട്, കർത്താവെ അങ്ങ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നും എന്റെ ജീവിതത്തെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണെന്നും എന്നോട് പറയണമേ എന്ന് പറയാം. Open my eyes to see you really, to see this bridge really. Then I will have no problem going across. എന്റെ കണ്ണുകളെ തുറക്കണമേ, അങ്ങേ ശരിയായ രീതിയിൽ കാണുവാൻ, ഈ പാലം എങ്ങനെയുള്ളതെന്ന് ശരിയായ രീതിയിൽ കാണുവാൻ. അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിന് കുറുകെ പോകാനായിട്ട് ഒരു പ്രയാസം ഉണ്ടായിരിക്കുകയില്ല. So in 1 Timothy chapter 1, in verse 17, we see some descriptions of God that will help us have faith in him. 1 തിമോത്തിയോസ് 1:17 വാക്യത്തിൽ ചില കാര്യങ്ങളെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് കർത്താവിനെ കാണുന്നതിന് നമ്മെ സഹായിക്കുന്നു. First we see that he is an eternal, immortal king. ആദ്യം പറയുന്നത് നിത്യ രാജാവും അക്ഷയനുമായ രാജാവാണെന്നാണ്. He's an eternal and immortal king. അക്ഷയനും നിത്യനുമായ രാജാവാണ്. That means that when we see God, we see somebody who is beyond time and is full of power. നാം ദൈവത്തെ കാണുമ്പോൾ
ദൈവം സമയത്തിന് അതീതമായിട്ടുള്ളവനും പൂർണ്ണമായിട്ടും ശക്തനായിട്ടുള്ളവനുമാണ്. He's a king. He rules everything. He's not just a king on this earth. He's the king of everything. താൻ രാജാവാണ്, ഈ ഭൂമിയിലെ മാത്രം രാജാവല്ല, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന രാജാവ്. Here's a simple test of whether we have seen that God is really the king of all. ഇത് നാം ദൈവത്തെ എല്ലാത്തിന്റെയും രാജാവാണെന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു ചെറിയ പരീക്ഷണമാണ്. Let me ask you, if your father was the Prime Minister of India, how much anxiety or worry would you have in your life? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പിതാവ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്, പ്രധാനമന്ത്രി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ആകുലം ഉണ്ടായിരിക്കുക? Would you be worried about getting this job, or will you have enough money, or some other difficulty, somebody's harassing you? Will you have any anxiety? നിങ്ങൾക്ക് ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ, ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുമോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടായിരിക്കുമോ? Any problem you have, you'll say, oh, let me just call my dad. He's the prime minister. He'll help me out. എന്ത് പ്രശ്നം നിങ്ങൾക്കുണ്ടായാലും, ഞാൻ എൻ്റെ പിതാവിനെ വിളിക്കട്ടെ, അവൻ പ്രധാനമന്ത്രിയാണ്, അവൻ എന്നെ സഹായിക്കുമെന്നാണ്. Now, when it says that God, who is our Father, is the King of the universe, He's the King of everything that exists. ഇപ്പോൾ ദൈവം നമ്മുടെ പിതാവ് ഈ പ്രപഞ്ചത്തിന്റെ രാജാവാണ്, എല്ലാം ഈ ആയിരിക്കുന്ന എല്ലാത്തിന്റെയും മേൽ അധികാരമുള്ളവനാണ്. Most Christians, I would say, haven't really seen that God is King of all. മിക്ക ക്രിസ്ത്യാനികളും ദൈവം എല്ലാത്തിന്റെയും രാജാവാണെന്നുള്ളത് കണ്ടിട്ടില്ല. Because when they face difficult trials, they get anxious, they get worried. കാരണം അവർക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവര് വ്യാകുലപ്പെടും, അവര് ഭയപ്പെടും. Pray today, dear brother and sister, child. Father, I want to see that you are a king. ഇന്ന് പ്രാർത്ഥിക്കുക, പ്രിയ സഹോദര സഹോദരി, കുഞ്ഞെ, പിതാവേ, അങ്ങ് രാജാവാണെന്നുള്ളത് എന്നെ കാണിച്ചു തരണമേ. In fact, you are the king. You are the only king. യഥാർത്ഥത്തിൽ അങ്ങാണ് ഒരേ ഒരു രാജാവ് എന്നുള്ളത് കാണണം. And help me so that whatever situation I face, my response will be, okay, there's a problem. I'm just going to call my father the king. അതിന്റെ ഫലം എന്ത് സാഹചര്യം ഞാൻ അഭിമുഖീകരിച്ചാലും എനിക്ക് പ്രയാസമില്ല, ഞാൻ എൻ്റെ രാജാവായിട്ടുള്ള എൻ്റെ പിതാവിനെ ഞാൻ വിളിക്കുകയാണ്. We sing that he is the king and we pray that he's the king, but let's prove it. Let's prove it by this life in us. നാം പാടുന്നു അവൻ രാജാവാണ്, നാം പ്രാർത്ഥിക്കുമ്പോഴും അവൻ രാജാവെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ വിശ്വാസത്തിലൂടെ നമുക്കത് തെളിയിക്കാം. See, having the form of godliness means, in this area, means this. ഈ മേഖലയിൽ വിശ്വാസത്തിന്റെ ദൈവഭക്തിയുടെ വേഷം അത് ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. I sing to him Raja when I sing a song. ഞാൻ രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടുമ്പോൾ കർത്താവിനെ കുറിച്ച് പാടുന്നു. I pray to him that he's a king. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങ് രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. And if you ask me who is the King of Kings, I say yes, God, Jesus is the King of Kings. നിങ്ങൾ ചോദിക്കുകയാണ് ആരാണ് രാജാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, യേശുവാണ് രാജാധിരാജൻ എന്ന്. That is the form of Jesus being the king. അത് യേശു രാജാവ് എന്നുള്ള അതിനെക്കുറിച്ചുള്ള അതിന്റെ വേഷം ആണ്. But the real power of it is not there, because when I face a trial, I act just like all the others, full of anxiety and fear and worry. എന്നാൽ അതിനുള്ള യഥാർത്ഥ ശക്തി അവിടെ ഇല്ല. കാരണം ഞാൻ എന്തെങ്കിലും പ്രയാസത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ അവിടെ വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. And he's not just a king, he's the eternal king, it says. താൻ വെറും രാജാവല്ല, നിത്യരാജാവാണ് എന്നാണ് പറയുന്നത്. That means he is before time. There's no beginning or end for him.
കാലത്തിന് അതീതനാണ്, തുടക്കവും അവസാനവും അവിടത്തേക്കില്ല. Which means that if I'm facing a problem that I don't know how it's going to work out, അതിന്റെ അർത്ഥം ഇത് എങ്ങനെ ആയിത്തീരും എന്ന് എനിക്ക് അറിയാത്ത ഒരു പ്രശ്നം ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ to have faith is to see what is after that is God. He's eternal. വിശ്വാസം എന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. Here I am at this today in my life, ഇവിടെ ഇതാ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ and this problem I'm facing, ഈ പ്രശ്നം ഞാൻ അഭിമുഖീകരിക്കുന്നു. and the end result of that problem is sometime in the future. ആ പ്രശ്നത്തിന്റെ അതിന്റെ ഫലം ഏതെങ്കിലും ഭാവി കാലത്ത് ആണ്. And out of fear of what could happen, the devil wants me to be anxious and worried today. ആ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം, അതാണ് പിശാച് എനിക്കിപ്പോൾ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. Oh, I won't have a job, or oh, this problem is going to be really bad for me. That's fear of what's going to happen. എനിക്കൊരു ജോലി ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഭയം. That is like being 30 feet high, of 30 meters high above this valley. അത് ഈ താഴ്വരയിൽ നിന്നും 30 മീറ്റർ ഉയരത്തിൽ ആയിരിക്കുന്നത് പോലെയാണ്. So you come up to the cliff and you see, oh, it's a big problem. ആ മലയുടെ മുകളിൽ കയറി നോക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പോൾ, ഇത് വലിയൊരു പ്രശ്നമാണ്. But then to have faith in the eternal God means you see who exists, what is after the problem. നിത്യനായിട്ടുള്ള കർത്താവിലുള്ള വിശ്വാസം എന്നാൽ ഈ പ്രശ്നത്തിന് അപ്പുറത്ത് ആരാണെന്നുള്ളത് കാണുന്നതാണ്. Who is after the problem? God is, because he's eternal. ഈ പ്രശ്നത്തിന് അപ്പുറം ആരാണ്? ദൈവമാണ്, കാരണം താൻ നിത്യനാണ്. Even if the problem you're going to face lasts for 100 years, നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഒരു 100 വർഷം നീണ്ടു നിന്നാലും God will still be there after that. അതിനപ്പുറവും ദൈവം ഉണ്ടായിരിക്കും. If the problem you face is going to last for 1,000 years, God will still be there after that. ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം അത് 1000 വർഷം നീണ്ടു നിന്നാലും ദൈവം അതിനപ്പുറത്ത് ഉണ്ട്. You see how faith comes from seeing the eternal God. കാണുക, വിശ്വാസം നിത്യനായിട്ടുള്ള ദൈവത്തെ കാണുന്നതിലൂടെ വരുന്നത് എങ്ങനെയെന്ന്. For God, the future is as certain as the past is for us. ദൈവത്തെ സംബന്ധിച്ചും ഭാവി കാലം എന്നുള്ളത് നമുക്ക് പഴയ കാലം എത്രമാത്രം യാഥാർത്ഥ്യമാണോ അങ്ങനെ അത്രയും യാഥാർത്ഥ്യമാണ്. Think about what I just said. ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക. If something happened yesterday and you saw it happen, എന്തെങ്കിലും ഒരു കാര്യം ഇന്നലെ സംഭവിച്ചു, നിങ്ങൾ അത് സംഭവിക്കുന്നത് കണ്ടു. And I ask you, are you sure this happened? You say, yes, I saw it. It happened yesterday. നിങ്ങളോട് ഞാൻ ചോദിക്കുക, അത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പാണ്, അത് സംഭവിച്ചത് ഇന്നലെ ഞാൻ കണ്ടതാണ്. Now, when we see that God is eternal, ഇപ്പോൾ ദൈവം നിത്യനാണെന്നുള്ളത് ഞാൻ കാണുമ്പോൾ, for him, my future is his yesterday. തന്നെ സംബന്ധിച്ചും എന്റെ ഭാവി കാലം കർത്താവിന്റെ ഇന്നലെയാണ്. Because he is eternal. കാരണം ദൈവം നിത്യനാണ്. So when God says, I'll take care of you, I will solve the problem, I will hold you until the very end, we can be confident because God sees the end from the beginning. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കും, നിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും, നിന്നെ ഞാൻ കരുതും എന്ന് പറയുമ്പോൾ കർത്താവ് അതിനെ ആദ്യവും അവസാനവും അറിയുന്നത് ആകയാൽ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. Now, it's not just a nice idea to think about. It must become the life of Jesus in us. അത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ആശയമല്ല, അത് നമ്മുടെ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലായിരിക്കേണ്ടതാണ്. Pray this prayer, dear brothers and sisters and children. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ. Help me to see, dear Father, that for you, everything I'm going to face has already been resolved and solved in your mind.
പിതാവേ, ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയെ സംബന്ധിച്ചും അത് അതിന്റെ ആ കാര്യത്തിന് പ്രതിവിധി കണ്ടെത്തിയിട്ട് ഉള്ളതാണ്. Your tomorrow is God's yesterday. നിങ്ങളുടെ നാളെ കർത്താവിന്റെ ഇന്നലെയാണ്. He goes on to say that God is invisible in verse 17. 17-ാം വാക്യത്തിൽ കർത്താവ് ദൈവം അദൃശ്യനാണ് എന്ന് പറയുന്നു. That means that God doesn't have to show himself to me for me to believe him. ദൈവം തന്നെത്താൻ എന്നെ കാണിച്ചു തരേണ്ടതില്ല, തന്നെ ഞാൻ വിശ്വസിക്കേണ്ടതിന്. See, I think if you may say, if only I could see God with my physical eyes, then I would have no problem. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, എന്റെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് എനിക്ക് ദൈവത്തെ കാണുകയാണെങ്കിൽ എനിക്ക് വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. That's not true. അത് സത്യമല്ല. There were people who saw God with their physical eyes who killed him when Jesus was here on this earth. ദൈവത്തെ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതിന് ശേഷം കൊന്നുകളഞ്ഞ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ സംഭവിച്ച ആളുകളുണ്ട്. Seeing God with your physical eyes will not give you faith. നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുന്നത് നിങ്ങൾക്ക് വിശ്വാസം നൽകുകയില്ല. You know who is the one who has the most unbelief or the no faith at all? Sorry. You know who is the one who has no faith at all? He has the most unbelief. ഏറ്റവും അധികം അവിശ്വാസമുള്ള, ഒരു വിശ്വാസവും ഇല്ലാത്തത് ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? The devil. പിശാചിനാണ്. And he's seen God with his eyes. പിശാച് ദൈവത്തെ തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. He knows God is real. He was there in the presence of God before he became the devil. ദൈവം യഥാർത്ഥമാണെന്ന് തനിക്ക് അറിയാം. താൻ പിശാചായതിനു മുമ്പേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നവനാണ്. And yet he doesn't believe. എന്നിട്ടും താൻ വിശ്വസിക്കുന്നില്ല. He doesn't have the faith that we're talking about. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസം പിശാചിനില്ല. That's why we read in 2 Corinthians chapter 5 verse 7. അതുകൊണ്ടാണ് നാം 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ വായിക്കുന്നത്. We walk by faith, not by sight. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. That means really how I understand this verse is faith is the opposite of sight. ഈ യഥാർത്ഥത്തിൽ ഈ വാക്യം ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിശ്വാസം എന്നാൽ കാഴ്ചയുടെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. So think about what I just said, that faith is the opposite of sight. വിശ്വാസം എന്നുള്ളത് കാഴ്ചയുടെ വിപരീതം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് ചിന്തിക്കുക. If God was to say to you, I can show you what 2025 will be like. I'll show you every day how everything is going to work out. ദൈവം ഇങ്ങനെ നിങ്ങളോട് പറയുന്നതായിട്ട് ചിന്തിക്കുക, 2025 ഓരോ ദിവസവും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെ എനിക്ക് കാണിക്കുവാൻ കഴിയുമെന്ന്. Would that bring rest into your heart? Okay, I know 2025 how it's all going to work out. അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരുമോ? ഈ 2025 എങ്ങനെ ആയിത്തീരും എന്നുള്ളത് എനിക്ക് അറിയാം, അതുകൊണ്ട് സ്വസ്ഥമായിരിക്കുമോ? Then you're walking by sight. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാഴ്ചയാലാണ് ജീവിക്കുന്നത്. But if God says, I'm not going to show you what all is going to happen in 2025, but here's my hand, you can hold my hand. എന്നാൽ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, 2025 എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിന്നെ കാണിക്കുകയില്ല, എന്നാൽ ഇതാ എന്റെ കൈ, നിനക്ക് എന്റെ കൈ പിടിക്കാം. Which would you pick? നിങ്ങൾ എന്താണ് പിടിക്കാൻ പോകുന്നത്? God can show you every day what's going to happen, and you'll see 2025, yeah, there'll be times when it will be hard, but I will make it to the end. 2025 നിങ്ങളെ കാണിക്കും, അവിടെ പ്രശ്നമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ അവിടെ ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ മുമ്പോട്ട് പോവാൻ. Would you rather have that, or here's my hand, I'm going to lead you step by step, but I'm not going to show you what's going to come? അതാണോ, അതോ നിങ്ങൾക്ക് അത് ഞാൻ മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയില്ല, എന്നാൽ ഓരോ പടിയും നിങ്ങളെ നയിക്കുവാനായിട്ട് എന്റെ കരം ഞാൻ നിങ്ങൾക്ക് തരും, അത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? To see
the invisible God. അദൃശ്യനായിട്ടുള്ള ദൈവത്തെ കാണുക. What does that mean? To see the invisible God. കാണുവാൻ കഴിയാത്ത ദൈവത്തെ കാണുക, അതിന്റെ അർത്ഥം എന്താണ്? That means you're saying, Lord, you don't have to show me with my physical eyes what you look like or how you're going to work out this problem. അതിന്റെ അർത്ഥം, കർത്താവേ, അങ്ങ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്, ഈ കാര്യങ്ങളെ എങ്ങനെ അങ്ങ് ശരിയാക്കും എന്നുള്ളതിനെ കുറിച്ചോ എന്റെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് എന്നെ കാണിക്കേണ്ടതില്ല. You can remain invisible to my earthly eyes, but let the eyes of my heart see you. അങ്ങേക്ക് എന്റെ ഭൗതികമായ കണ്ണുകൾക്ക് അദൃശ്യനായി തന്നെ തുടർന്നുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ എന്നെ അങ്ങേ കാണുവാൻ എന്നെ സഹായിക്കണമേ. Let's turn to Hebrews chapter 11. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് തിരിയാം. It says in verse 3, by faith we understand that the worlds were prepared by the word of God, so that what is seen was not made out of things which are visible. അതിന്റെ 3-ാം വാക്യത്തിൽ, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. So by faith, when we see these things, we know that God brought them out of things which couldn't be seen. ഈ വിശ്വാസത്താൽ ഈ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവം ഇവയെല്ലാം കാണാൻ കഴിയാത്തതിനാൽ ആണ് ഇതിനെ ഉണ്ടാക്കിയതെന്ന് നാം അറിയാം. God doesn't have to have something that we see in order to make something that we see. നാം കാണുന്നതിനെ ഉണ്ടാക്കുവാൻ കാണാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിന് ആവശ്യമില്ല. There can be nothing there and God can make something out of that. ഒന്നുമില്ലാതിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് അവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയും. With your earthly eyes, you'll say, and your earthly mind, you'll say, oh, I must see. How is God going to do this? Where is that money going to come from? And what medicine and which doctor? All these things I must see. എന്റെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണുകയും എന്റെ ഭൗതികമായ മനസ്സിൽ അത് മനസ്സിലാക്കുകയും ചെയ്യണം. എങ്ങനെയാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്, ഏത് ഡോക്ടറാണ്, ഏത് മരുന്നാണ് എന്നുള്ളതൊക്കെ എനിക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But the eyes of my heart say, I don't see how you're going to solve this problem, Lord, but you're going to solve the problem. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ പറയുന്നു, ഇത് എങ്ങനെയാണ് അങ്ങ് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാൽ അങ്ങ് പരിഹരിക്കുകയും പോകുന്നു. And this is, it says about Moses in verse 27. ഇവിടെ 27-ാം വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്നു. By faith he left Egypt, not fearing the wrath of the king, because he endured as seeing him who is unseen. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. Moses saw God whom nobody else could see with the eyes of his heart. മോശ മറ്റാർക്കും കാണുവാൻ കഴിയാത്ത ദൈവത്തെ തന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. That's why when the king shook his fist and says, I'm going to kill you, you're never going to leave, Moses said, I've seen the unseen God. അതുകൊണ്ടാണ് രാജാവ് തന്റെ മുഷ്ടി ചുട്ടിക്കൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, നീ ജീവിക്കുകയില്ല എന്ന് പറയുമ്പോൾ മോശ ഞാൻ അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത്. Dear brothers and sisters and children, we are going to face many more trials before Christ comes. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നാം ക്രിസ്തു വരുന്നതിന് മുമ്പ് പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകും. And Satan, whom Pharaoh is a picture of, is shaking his fist at us, threatening what all he's going to do to us. പിശാജ് ഫറവോ ഒരു ചിത്രമായിരിക്കുന്ന പിശാജ് തന്റെ കൈ ചുറ്റിക്കൊണ്ട് പറയും, നിങ്ങളെ ആ കാര്യത്തിൽ ഭയപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. Unless you have faith to see the unseen God, you will live in fear of the devil your whole life. അദൃശ്യനായ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ ഭയത്തിൽ ജീവിക്കും. But God wants us to manifest the faith of Jesus in our lives. എന്നാൽ ദൈവം യേശുവിന്റെ ജീവൻ
യേശുവിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. That we can see with our heart the God that we can't see with our eyes. നമ്മുടെ പുറമേയുള്ള കണ്ണുകളാൽ കാണാൻ കഴിയാത്ത ദൈവത്തെ നമ്മുടെ ഹൃദയത്താൽ കാണാൻ കഴിയുന്നത്. I'll just close back in 1 Timothy chapter 1. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്ന് നമുക്ക് the next thing he says is to the only God. അതിന് ശേഷം പറയുന്നത് ഏക ദൈവത്തിന്. In Romans 16 verse 27 it says the only wise God. റോമർ 16:27 വാക്യത്തിൽ പറയുന്നത് ഏക സത്യ ദൈവം. Faith is to say that God is the only one who is wise. വിശ്വാസം എന്നുള്ളത് കാണിക്കുന്നത് ജ്ഞാനമുള്ള ഒരേ ഒരു വ്യക്തി ദൈവമാണ് എന്നാണ്. I'm not wise. ഞാൻ ജ്ഞാനമുള്ളവനല്ല. Doctors are not wise. ഡോക്ടർമാർക്ക് ജ്ഞാനമില്ല. My boss at work, he's not wise. എൻ്റെ ജോലി സ്ഥലത്തുള്ള എൻ്റെ മേലധികാരി അദ്ദേഹം അല്ല ജ്ഞാനി. And again, especially I am not wise. അതിനുശേഷം പ്രത്യേകിച്ചും ഞാൻ ജ്ഞാനമുള്ളവനല്ല. The only one who is wise is God. ജ്ഞാനമുള്ളവൻ ആയിട്ടുള്ള ഒരേ ഒരുവൻ ദൈവമാണ്. That means if God allows something to happen in my life, allows things to happen a certain way, അതിന്റെ അർത്ഥം ദൈവം ഏതെങ്കിലും ഒരു രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുവാൻ അനുവദിച്ചാൽ, and I think if I was planning my life, I wouldn't have done it that way. I would have done it this way. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ അത് ഈ രീതിയിൽ ചെയ്യുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, faith is to remember I'm the foolish one, God is the wise one. വിശ്വാസം എന്നാൽ അത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ മടയനായിട്ടുള്ള വ്യക്തിയാണ്, ദൈവമാണ് ജ്ഞാനി. He is the only one who is wise. ദൈവമാണ് ഒരേ ഒരു ആൾ ജ്ഞാനമുള്ളവൻ. So I will trust his plan for my life. എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള അവന്റെ പദ്ധതിയിൽ ഞാൻ ആശ്രയിക്കും. My dear brothers and sisters and children, this is what it means to manifest the life of Jesus. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നത്. That in every situation we manifest faith, the faith of Jesus in our lives. എല്ലാ സാഹചര്യങ്ങളിലും നാം യേശുവിന്റെ വിശ്വാസം അത് വെളിപ്പെടുത്തുന്നതാണ്. We'll close with this verse, 2 Timothy chapter 4 verse 7. ഈ വാക്യത്തിൽ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 2 തിമോത്തിയോസ് 4:4. This was Paul's prayer at the end of his life, and let it be all of our prayer all of our testimony when we reach the end of our lives. ഇത് പൗലോസിന്റെ തന്റെ അവസാന സമയത്തെ കുറിച്ചുള്ള തന്റെ പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ അവസാനമുള്ള നമ്മുടെ സാക്ഷ്യം ഇതായിരിക്കണം. 2 Timothy 4 verse 7, I have fought the good fight, I have finished the course, I have kept this faith. 2 തിമോത്തിയോസ് 4:7, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. I have kept the faith. ഞാൻ വിശ്വാസം കാത്തു. May the Lord help us. I believe he will. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Jesus lived by this faith. നാം ഈ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. And he will give us this same faith for us to live as he did. യേശു ഈ വിശ്വാസത്താലാണ് ജീവിച്ചത്. താൻ നമുക്കും ഇതേ വിശ്വാസം നമുക്ക് ജീവിക്കേണ്ടതിന് തരും. Help us, dear Father, to see you more clearly. പിതാവേ, അങ്ങയെ കൂടുതൽ വ്യക്തമായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Open the eyes of my heart to see who you really are. എൻ്റെ ഹൃദയ കണ്ണുകളെ തുറന്ന് അങ്ങ് യഥാർത്ഥത്തിൽ ആരായിരിക്കുന്നു എന്നുള്ളത് കാണിക്കണമേ. Thank you, Jesus, for showing us the Father by your life here on this earth and by your word. നന്ദി യേശുവേ, അങ്ങയുടെ ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് പിതാവ് എങ്ങനെയാണെന്നും
അങ്ങയുടെ വാക്കുകൾ കൊണ്ടും കാണിച്ചു തന്നതിന് നന്ദി. Help us to follow you in this faith. ഈ വിശ്വാസത്തിൽ അങ്ങയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We believe you will in Jesus' name. Amen. അങ്ങ് അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Amen.